കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിൽ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊന്ന കേസ് രാജ്യത്തെയാകെ നടുക്കിയതാണ്. കേസിൽ അറസ്റ്റിലായ പ്രതി സഞ്ജയ് റായ് മാനസിക വൈകൃതം ബാധിച്ചയാളാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വെളിപ്പെടുത്തൽ. രതിവൈകൃതങ്ങൾക്ക് അടിമയായ ഇയാൾ സംഭവ ദിവസം കൊൽക്കത്തയിലെ 2 അനാശാസ്യ കേന്ദ്രങ്ങളിൽ പോയിരുന്നതായും അന്വേഷണത്തിൽ വ്യക്തമായി. കേസിൽ സഞ്ജയ് റോയിയെ CBI നുണപരിശോധനയ്ക്ക് വിധേയനാക്കി. രതിവൈകൃതങ്ങളോട് ആസക്തി, മൊബൈൽ ഫോണിൽ നിറയെ നീലചിത്രങ്ങൾ. സഞ്ജയ് റോയ് മനോവൈകൃതം ബാധിച്ചയാളാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. ന്യൂഡൽഹി സെൻട്രൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലെ ഡോക്ടർമാരുടെ പരിശോധനയിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമായതെന്നാണ് റിപ്പോർട്ടുകൾ. വനിതാ ഡോക്ടറെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊന്ന കേസിൽ പിടിയിലായിട്ടും ഒരു കൂസലുമില്ലാതെയാണ് ഇയാളുടെ പെരുമാറ്റം. ഒരു പതർച്ചയുമില്ലാതെയാണ് നടന്ന സംഭവം വിവരിച്ചത്. സഞ്ജയ് റോയിയെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കാൻ കൊൽക്കത്തയിലെ പ്രത്യേക കോടതി അനുമതി നൽകിയിരുന്നു. ഇയാൾക്ക് പുറമെ ആർജിക്കർ മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെയും മറ്റ് 5 പേരെയും നുണപരിശോധനയ്ക്ക് വിധേയരാക്കും. കൃത്യം നടന്ന ദിവസം സഞ്ജയ് റോയ് ആശുപത്രിയിലെത്തുന്നതിന്റെ ദൃശ്യം അന്വേഷണ സംഘം പുറത്തുവിട്ടിരുന്നു. കൃത്യം നടന്ന സ്ഥലത്തു നിന്നും അന്വേഷണ സംഘത്തിന് പ്രതിയുടേതെന്ന് കരുതുന്ന ഇയർഫോൺ കിട്ടിയിരുന്നു. പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ പ്രതിയുടെ കഴുത്തിൽ ബ്ലൂടൂത്ത് ഇയർഫോൺ ചുറ്റിയിട്ടുള്ളത് കാണാം. പുലർച്ചെ 1:30-നാണ് പ്രതി ആശുപത്രിയിലെത്തുന്നത്. അതിനു മുൻപ് കൊൽക്കത്തയിലെ 2 അനാശാസ്യ കേന്ദ്രങ്ങളിൽ ഇയാൾ പോയിരുന്നു. ഓഗസ്റ്റ് 8-ന് രാത്രിയിൽ സോനാഗച്ചിയിലെത്തിയ സഞ്ജയ് റോയ് മദ്യപിച്ചതിനു ശേഷമാണ് 2 അനാശാസ്യ കേന്ദ്രങ്ങൾ സന്ദർശിച്ചത്. പിന്നീട് ആശുപത്രിയിലെത്തി കൃത്യം നടത്തിയെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. വനിതാ ഡോക്ടർ കൂട്ടബലാത്സംഗത്തിന് ഇരയായെന്നാണ് കുടുംബമടക്കം ആരോപിക്കുന്നതെങ്കിലും ഇതിന് കൃത്യമായ തെളിവുകൾ CBIക്ക് ലഭിച്ചിട്ടില്ല. അതിനിടെ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് നടന്ന സാമ്പത്തിക തിരിമറികളെക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ട് കൊൽക്കത്ത ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം പോലീസ് CBIക്ക് കൈമാറി. തുടർന്ന് മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെതിരെ അഴിമതി കേസിൽ CBI FIR രജിസ്റ്റർ ചെയ്തു. ഘോഷിന്റെ കാലത്ത് ആശുപത്രിയിൽ നടന്ന സാമ്പത്തിക ക്രമക്കേടുകളെക്കുറിച്ചാണ് അന്വേഷണം. ന്യൂസ് 18 കൊൽക്കത്ത.